കഴിഞ്ഞ ദിവസം അജിയുടെ ചാരുമൂട് പോയിട്ട് വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. ഈ മീനിൻ്റെ പേര് റെഡ് ബെല്ലി എന്നാണ്. ഞാൻ ഇതിനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വെട്ടുന്നത്, ഇതിൻ്റെ തൊലിയൊക്കെ ഇരിയേണ്ടതാണോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം നല്ല കട്ടിയായിരുന്നു. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം എന്നിട്ട് ഐസ് മാറാനൊക്കെ അങ്ങ് വെച്ചു. ഇനി ഇവനെ ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ അതിൽ തൊലി കളയുന്നില്ല. ഞാൻ തൻ്റെ തൊലിയൊക്കെ കളഞ്ഞു. അപ്പം എനിക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയത്. അധികം അങ്ങ് ഉടഞ്ഞു പോയില്ല, പക്ഷെ ഇതുപോലെ എനിക്ക് കിട്ടി. ഇതിപ്പോൾ ഈ മീൻ കുറച്ച് കൂടുതൽ നന്നായി പോയി. ഈ മീൻ നന്നായി കറി വെക്കാൻ അറിയാവുന്നവർ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഫോണെ ഫ്രണ്ട് മഹിമയെ വിളിച്ച് ചോദിച്ചു, ഇത് ഈ മീനെ പറ്റി ഒന്ന് ചോദിച്ചപ്പോൾ ഇത് കായൽ മീനാണെന്നാണ് പറഞ്ഞത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ ഇതിൻ്റെ രുചി. ഈ പുള്ളിയെ കണ്ടോ, ഒരു ചിത്രശലഭമാവേണ്ടിയിരുന്ന ഒരു വലിയ പുഴുവിനെ എടുത്തോണ്ട് വരുന്ന കണ്ടിട്ടാണ് കേട്ടോ ഞാൻ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് ശ്രദ്ധിച്ചത്. അപ്പോഴാണല്ലോ ഞാൻ ഉപയോഗിക്കാതെ കിടന്ന എൻ്റെ ഈ തവിയിലാണ് ഇത് വീട് വെച്ചേക്കുന്നത് ഞാൻ കണ്ടുപിടിച്ചത്. ഇത് ഞാൻ ഇതൊരു പൊട്ടിച്ച് കളഞ്ഞില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്ര കഷ്ടപ്പെട്ട് വെച്ചിട്ട് നമ്മൾ ഒന്നിൻ്റെയും വാസസ്ഥലം അങ്ങനെ നശിപ്പിക്കാൻ പാടില്ലെന്നാണല്ലോ. അപ്പോൾ ഇത് ഉപദ്രവിക്കുന്നതാണോ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കുഞ്ഞൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഉപദ്രവിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്കിത് മാറ്റാം, പൊട്ടിച്ച് കളയാം. അപ്പോൾ ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അങ്ങനെ എൻ്റെ ചട്ടി ചൂടായി, എണ്ണ ഒഴിച്ചു, ഞാൻ അതിലേക്ക് കടുകിട്ടു. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കൊച്ചുള്ളി അങ്ങ് ഇട്ട് കൊടുത്തു. കൊച്ചുള്ളി ആദ്യമേ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ കൊച്ചുള്ളി അങ്ങനെ പരുവാവാതെ കിടക്കും. എന്നിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരത്തെ അങ്ങ് കളറ് മാറി വരും. അതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി ഇട്ടു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ച് വെച്ചേക്കുന്നത് ഇട്ടു. മുളക് പൊടിയല്ല, മുളകും പിന്നെ കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. അങ്ങനെ അതിൻ്റെ കളറൊന്ന് മാറി വന്നപ്പോഴത്തേക്കിന് വന്നില്ലല്ലോ, ഇപ്പോൾ വന്നു. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇടുന്നു, മുളക് പൊടി ഇട്ടു, മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് ഇളക്കിയെടുത്തു. അതിൻ്റെ കളറ് ഒന്ന് ചെറുതായിട്ട് മാറാൻ നമ്മൾ വെയിറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ ചൂടാക്കി വെച്ചേക്കുന്ന ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. പച്ചവെള്ളം ഞാൻ ഒഴിക്കത്തില്ല. കുടംപുള്ളിയും കൂടി ഇട്ട് ചൂടാക്കിയ വെള്ളമാണ് കേട്ടോ. കുറേശ്ശെ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുക്കും. ഉപ്പും ഒരു നുള്ള് ഉലുവപ്പൊടിയും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കും. ഇനി അതിലേക്ക് ആ ചൂടായിട്ട് വെച്ചിരുന്ന കുടംപുളിയുടെ ബാക്കി വന്ന വെള്ളവും കൂടി അങ്ങ് ഒഴിച്ച് വെള്ളം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ട് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കഷ്ണം അങ്ങ് ചേർക്കും. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മീൻകറി. അപ്പോൾ എൻ്റെ കൂടെ മീൻകറി വെക്കാൻ വന്ന എല്ലാവർക്കും ഒരു താങ്ക്സ് ഉണ്ട്. അപ്പോൾ ടാറ്റ, അടുത്ത വീഡിയോയിൽ കാണാം.